മുഖ്യമന്ത്രിയായാൽ BJPയെ കർണാടകയിൽ നിന്ന് വാരിക്കെട്ടി തൂത്തെറിയുമെന്ന് DK ശിവകുമാർ ശപഥം ചെയ്തിരുന്നു. സിദ്ധരാമയ്യയ്ക്ക് ശേഷം DK ശിവകുമാർ മുഖ്യമന്ത്രി ആയിരിക്കുന്നു. BJPയെ തൂത്തെറിയാനുള്ള തന്ത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട നീക്കമാണ്, ആ തന്ത്രങ്ങളിൽ പ്രധാനപ്പെട്ട തന്ത്രമാണ് RSSനെ നിരോധിക്കുക എന്നുള്ളത്. RSSനെ കർണാടകയിൽ നിരോധിക്കാൻ ഒരുങ്ങുകയാണ് DK ശിവകുമാർ. DK ശിവകുമാറിന് പിന്തുണയുമായി ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖാർഗെയും മന്ത്രി യതീന്ദ്ര സിദ്ധരാമയ്യയും ഉണ്ട്. RSS ആണ് BJPയുടെ അടിസ്ഥാനം. RSS ഇല്ലെങ്കിൽ BJP ഇല്ല. ഈ സാഹചര്യത്തിൽ RSSനെ നിരോധിച്ച് BJPയെ കർണാടകയിൽ നിന്ന് കെട്ടുകെട്ടിക്കുക, ഇതാണ് DK പ്രഖ്യാപിച്ചിരിക്കുന്നത്. RSS രജിസ്റ്റർ ചെയ്ത സംഘടനയല്ല, സാംസ്കാരിക സംഘടന എന്ന് പറഞ്ഞാണ് അവർ പ്രവർത്തിക്കുന്നത്. RSS സർക്കാർ തലത്തിൽ രജിസ്റ്റർ ചെയ്ത സംഘടനയായി മാറണം എന്നാണ് DKയുടെ ആവശ്യം. RSS സർക്കാർ തലത്തിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ RSSന് കർണാടകയിൽ പ്രവർത്തിക്കാനാവില്ലെന്ന് പ്രിയങ്ക് ഖാർഗെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കർണാടകത്തിൽ നിരവധി RSS ശാഖകളുണ്ട്. ഈ ശാഖകൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നാണ് DKയും പ്രിയങ്ക് ഖാർഗെയും മന്ത്രി യതീന്ദ്ര സിദ്ധരാമയ്യയും ഒക്കെ പറയുന്നത്. BJP അംഗങ്ങൾ ഇതിനെതിരെ കടുത്ത പ്രതിഷേധം ഉയർത്തി നിയമസഭയിൽ. പക്ഷേ ആ പ്രതിഷേധമൊന്നും DK വകവയ്ക്കുന്നില്ല. DKയ്ക്ക് BJPയോട് ഒടുങ്ങാത്ത പകയുണ്ട്. അദ്ദേഹത്തെ ജയിലിലടച്ചു BJP സർക്കാർ. അഴിമതി കേസിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ DK ഒരു ശപഥം ചെയ്തു. കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ച ശേഷമേ താൻ നിയമസഭയിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന്. കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ നിയമസഭയുടെ മുറ്റം ചാണകവെള്ളം തളിച്ച് ശുദ്ധിയാക്കിയാണ് DK അകത്തേക്ക് കയറിയത്. സിദ്ധരാമയ്യ വളരെ നയതന്ത്രമായി പെരുമാറുന്ന ഒരു മിതവാദിയായിരുന്നു. DK അങ്ങനെയല്ല. DK പറഞ്ഞതുപോലെ പ്രവർത്തിക്കും. അത് BJPക്ക് നന്നായി അറിയാം. BJPയെ 2 വർഷത്തിനുള്ളിൽ, ഇനി 2 വർഷത്തിനുള്ളിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കർണാടകയിൽ നടക്കും. ഇതിനകം BJPയെ ഒതുക്കുക എന്നുള്ളതാണ് DK ശിവകുമാറിൻ്റെ തന്ത്രം. അതിനുള്ള പ്രാരംഭ ഘട്ടമായിട്ടാണ് RSSനെ നിരോധിക്കാൻ DK തീരുമാനിച്ചിരിക്കുന്നത്. RSSനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. BJP നേതാക്കൾ പറയുന്നത് RSS രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ്. RSS ഒരു സാംസ്കാരിക സംഘടനയാണ്. ഹിന്ദുമതം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അതിന് പ്രിയങ്ക് ഖാർഗെ മറുപടി പറഞ്ഞിരിക്കുന്നു. താലിബാനിസം ഒരു മതമല്ല, താലിബാനിസം ഭീകരവാദമാണ്. അതുപോലെയാണ് RSSും എന്ന വിവാദപരമായ പ്രസ്താവനയാണ് പ്രിയങ്ക് ഖാർഗെ നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ മകനാണ് പ്രിയങ്ക് ഖാർഗെ. RSSനോട് കടുത്ത നിലപാടെടുക്കുന്ന പ്രിയങ്ക് ഖാർഗെയും അതിനും ശക്തമായ വൈരാഗ്യമുള്ള DK ശിവകുമാറും യതീന്ദ്ര സിദ്ധരാമയ്യയും ഒരുമിക്കുമ്പോൾ RSSന്റെ നിലനിൽപ്പ് കർണാടകത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. RSSനെ നിരോധിക്കാൻ മുമ്പ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള പ്രധാനമന്ത്രിമാർ ശ്രമിച്ചിരുന്നു. പക്ഷേ RSS ആ നിരോധന ശ്രമങ്ങളൊക്കെ മറികടന്ന് മുന്നോട്ട് വളർന്നു. RSS പിന്നീട് BJP എന്ന രാഷ്ട്രീയമായി ഇന്ത്യയിൽ പിടിമുറുക്കി. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയായി BJP മാറി. RSSന്റെ തണലിലാണ് BJP വളർന്നത്. RSS ആണ് BJPയുടെ നട്ടെല്ല്. RSS നേതാക്കളെ പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്. അവർക്ക് തങ്ങളിൽ മാത്രമേ ആരാണ് നേതാവ് എന്ന് തിരിച്ചറിയാൻ പറ്റും. കേരളത്തിലെ RSS പ്രമുഖനെ പറ്റി അധികം വാർത്തകളൊന്നും വരാറില്ല. അത്ര നിശബ്ദമായാണ് അവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ നിശബ്ദമായി പ്രവർത്തിക്കുന്ന അവർ
BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തനക്ഷമമായി നിൽക്കുന്നു. കർണാടകയിൽ 2 വർഷം കഴിഞ്ഞാൽ നിയമസഭ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭ തെരഞ്ഞെടുപ്പിൽ BJPയെ ദുർബലമാക്കണമെങ്കിൽ RSSനെ നിരോധിക്കണം എന്ന സത്യം, എന്ന തന്ത്രം DK ശിവകുമാർ പയറ്റുന്നു. DKക്ക് വീണ്ടും മുഖ്യമന്ത്രിയാകണം കർണാടകയിൽ. DK മുഖ്യമന്ത്രിയായതോടെ കർണാടകയിലെ കോൺഗ്രസ്സുകാർക്ക് ഊർജം ലഭിച്ചിരിക്കുന്നു. മുമ്പ് BJP ഭരിച്ചിരുന്നപ്പോൾ കർണാടക കാവ്യവൽക്കരിക്കപ്പെട്ടിരുന്നു. സവാർക്കറുടെയും ഗോൾവാക്കറുടെയും ഒക്കെ വീരചരിത്രങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തു BJP. ആ പാഠപുസ്തകങ്ങളെല്ലാം നിരോധിച്ചുകൊണ്ടാണ്, ആ പാഠപുസ്തകങ്ങളെല്ലാം വലിച്ചു കയറി എറിഞ്ഞുകൊണ്ടാണ് DK നിയമസഭയിൽ ഉപമുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നത്. ഇപ്പോൾ DK മുഖ്യമന്ത്രിയാണ്. DKയിൽ നിന്ന് ഇത്തരം ശക്തമായ തീരുമാനങ്ങളാണ് കോൺഗ്രസ് അണികൾ പ്രതീക്ഷിക്കുന്നത്. അണികളുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നിരിക്കുന്നു DK ശിവകുമാർ.